വടകര ഒരു പിഷ്കനും പട്ടാമ്പി ഒരു പിഷ്കനും ഉണ്ടായിരുന്നു. രണ്ട് പിഷ്കന്മാര്. കേരളത്തിലെ ഫേമസ് പിഷ്കന്മാരാണ്. ശരി. അപ്പൊ പട്ടാമ്പിയിലെ പിഷ്കൻ ഒരു തോന്നല് എന്റെ അടുത്തുള്ളൊന്നൊരു പിശുക്കല്ല. അല്ലല്ല. വടകരുള്ള പിഷ്കന്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ കുറച്ചും കൂടി പിശുക്ക് പഠിക്കായിരുന്നു എന്ന് പട്ടാമ്പിയിലെ പിഷ്കൻ ഒരു തോന്നൽ. അങ്ങനെ പട്ടാമ്പിന്ന് ഇയാള് കള്ളവണ്ടി കയറി. കാരണം പൈസ കൊടുക്കാൻ തോന്നണില്ല, പിഷ്കത്തരങ്ങൾ. ശരിയാ. അങ്ങനെ കള്ളവണ്ടി കയറി വടകരെത്തി. വടകരെത്തി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ചെന്നിറങ്ങി അന്വേഷിച്ച് ഇവിടെ ഒരു പിശുക്കൻ ഉണ്ടല്ലോ, അയാൾ എവിടെ അന്വേഷിച്ചാ കാണുക എന്ന് ചോദിച്ച ഒരു സ്റ്റാളില്. അപ്പൊ ചായപ്പീടിയക്കാരൻ വേഗം ആ നിക്കണ ആള് തന്നെയാണ്, ആ തോളില് മുണ്ടിട്ടിക്കണ ആളാണ്. ശരി. അങ്ങനെ വേഗം ചെന്ന് സലാം പറഞ്ഞു. അങ്ങനെ സലാമൊക്കെ മടക്കി രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചായക്കൊന്നും ക്ഷണിക്കണില്ല. കാരണം രണ്ടാളും പിഷ്കന്മാരാണ്. നിങ്ങൾ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പട്ടാമ്പിയാണ്, ഞാനൊരു പിഷ്കനാണ് ആള്. അപ്പൊ ജനങ്ങളൊക്കെ എന്നെ പിഷ്കെന്നാണ് പറയണത്. അപ്പൊ എന്റെ അടുത്തുള്ള ഒന്നൊരു പിഷ്കത്തരല്ല, നിങ്ങളുടെ അടുത്ത് പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാന്നുള്ള നിലക്ക് പുതിയ പിഷ്ക എന്തെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടി വന്നതാണ്. എന്നാ ശരി, അതിന്റെ നമ്മൾ വീട്ടിൽ പോവുക, ഇവിടുന്ന് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് അതിന്റെ ക്ലാസ് എടുത്താൽ ശരിയാവൂല എന്നും പറഞ്ഞു കണ്ട് ഇയാളെയും കൂട്ടി ഇയാള് വീട്ടിക്ക് പോയി. വീട്ടിൽ ചെന്ന് അങ്ങനെ രണ്ടാളും അങ്ങനെ സംസാരിച്ചിരുന്ന് സമയം രാത്രിയായി. രാത്രിയായപ്പോ പിഷ്കന്റെ മോള്, വടകരയുള്ള പിഷ്കന്റെ മോള് വിളക്ക് കത്തിച്ചു. കരണ്ടില്ലാത്ത വീടാണ്. വിളക്ക് കത്തിച്ചു കൊടുന്ന് വെച്ചപ്പോ പട്ടാമ്പിന്ന് ചെന്ന പിഷ്കൻ പറയട്ടെ, എന്തിനാപ്പൊ വെറുതെ നമ്മളിവിടെ സംസാരിച്ചിരിക്കുമ്പോ ആ മണ്ണെണ്ണ വെറുതെ തീർക്കണ്. നമ്മളിപ്പോ ബുക്ക് നോക്കിയൊന്നല്ലല്ലോ പറയണത്, നമ്മൾ ഓരോ കാര്യങ്ങളത്തെ കുറിച്ച് ഇങ്ങനെ പിഷ്കിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതിനിപ്പോ വെളിച്ചൊന്നും വേണ്ട, ആ വിളക്കാണ് ഊതിക്കളിയെ. അതില് വടകരത്തെ പിഷ്കൻ മനസ്സിലാക്കി, ഇവൻ നല്ല പിഷ്കൻ തന്നെയാണ്, ഇതൊരു നല്ല പിഷ്കത്തരാണ്. വെറുതെ ഇരുന്ന് വർത്താനം പറയണിപ്പോ വിളക്കിന്റെ ആവശ്യമൊന്നുമില്ല, വിളക്ക് അങ്ങോട്ട് ഊതി. കുറച്ചു കഴിഞ്ഞപ്പോ അകത്തുനിന്ന് ഒരു ധ്വനി, പിഷ്കന്റെ മകള്, ഇപ്പൊ ആ ചോറ് കാലായിക്കണ്, കൈ കഴുകിക്കോളി. അതില് പിഷ്കൻ തീപ്പെട്ടി എടുത്തുകാണ്ട് ഇങ്ങനെ വരുത്തുകയാണ്. അപ്പൊ തീപ്പെട്ടി തണുത്തുകണ്, 2-3 വരത്തല വരുത്തിയിട്ട് ഇത് കത്തണില്ല. അപ്പോ പട്ടാമ്പിന്ന് എന്ന പിഷ്കൻ പറയാൻ നിക്കിട്ടോ, വിളക്ക് കത്തിക്കല്ലേ, ഞാനേ ഏതായാലും ഇപ്പൊ നമ്മൾ ഇരുട്ടത്തിരിക്കുകയാണ്, അപ്പൊ വെറുതെ ഈ ഉടുത്ത വെള്ളമുണ്ട് ചളി ആകണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ അയച്ച് മടക്കി വെച്ചേക്കാണ്. ചളി ആയാലും ഇപ്പൊ ഒരു കഷ്ണം സോപ്പ് ചെലവാകണ്ടേ. അപ്പൊ അത് വേണ്ടല്ലോ, അത്രയും സമയം കയ്യും കാലും തട്ടിക്കാണ്ട് അതിൽ ചളി ആകണ്ടല്ലോ വിചാരിച്ചാണ് ഞാൻ അതവിടെ അഴിച്ചു മടക്കി വെച്ചിക്കണം. അതൊന്ന് ഉടുത്താട്ട് എന്നിട്ട് വിളക്ക് കത്തിക്കാം. അപ്പോ ആരാണ് ഏറ്റവും വലിയ പിഷ്കൻ? പട്ടാമ്പിന്ന് എന്നോൻ തന്നെയാണ് ഏറ്റവും വലിയ പിഷ്കൻ.